ഒരുപാട് ആഗ്രഹത്തോടെയാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. കാരണം എത്രയോ കാലങ്ങളായിട്ട് ഞാൻ ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഒന്ന് ആഗ്രഹിക്കുന്നതാണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. കണ്ണനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, ഇവിടെ വരെ ഒന്ന് വരാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയങ്ങൾ തൊട്ട് നമ്മൾ തന്നെ ഇപ്പം എല്ലാ സ്ഥലങ്ങളിലൊക്കെ പോകാൻ തുടങ്ങിയ ആ ഒരു ടൈമിലും ഒക്കെ ഞാനിങ്ങനെ പലപ്പോഴായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ വരെ ഒന്ന് വരണമെന്ന്. പക്ഷേ എനിക്കതിനുള്ളൊരു ഭാഗ്യം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. കല്യാണം കഴിഞ്ഞ് വിവേകിൻ്റെ വീട് തിരുവല്ലായിലാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് അമ്പലപ്പുഴയ്ക്ക് വരാനായിട്ട് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ വരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും എനിക്ക് നടന്നിട്ടില്ല. ഒരു പക്ഷെങ്കിൽ ഇന്നായിരിക്കും എനിക്കിവിടെ എത്താനുള്ള ഒരു നിയോഗം ഉണ്ടായത്. എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എനിക്കിന്നിവിടെ വരാനായിട്ട് സാധിച്ചത്. ഒട്ടും ഞങ്ങൾ തീരുമാനിച്ചതല്ല. വേറെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ആലപ്പുഴയിൽ അമ്പലപ്പുഴ വരെ വരണം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്നോട്, ഇത് എൻ്റെ ചേട്ടനാണ്, ബ്രദറാണ്. അപ്പോൾ എന്നോട് ചേട്ടൻ പറഞ്ഞു നമുക്ക് അമ്പലപ്പുഴ വരെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന്. അത് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു, ഒട്ടും മനസ്സിൽ പ്ലാൻ ചെയ്യാത്ത, കാൽക്കുലേറ്റ് ചെയ്യാത്തൊരു കാര്യം പെട്ടെന്ന് നടക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡിയായിട്ട് ചേട്ടനെ നോക്കി അവിടെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഈ പെട്ടെന്നൊരു മഴ വന്നു. പെട്ടെന്നൊരു മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മഴക്കോള് വന്നു, ഇടിയൊക്കെ വന്നു. അപ്പോൾ ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു, എനിക്കിന്ന് വരാൻ പറ്റുമോ എന്നറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എന്തായാലും ഞാൻ റെഡി ആയിട്ടിരിക്കുക, എങ്ങനെയെങ്കിലും നോക്ക്, മഴ നനഞ്ഞാലും സാരമില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ എന്താണെന്നറിയില്ല ചേട്ടനെത്തി. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, ചേട്ടൻ വന്നു. ഞങ്ങൾ ഒന്നിച്ച് സ്കൂട്ടറിലാണ് പോകുന്നത്. പക്ഷേ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒന്നും മഴ പെയ്തില്ല. വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു ഭയങ്കര മഴയാണ്, നിങ്ങൾ പോയ പുറകെ മഴ പെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ നനഞ്ഞില്ല. കണ്ണൻ്റെ ഒരു അനുഗ്രഹത്താൽ ഞങ്ങളിവിടെ എത്തി. ഇന്നെനിക്ക് കണ്ണനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ പറഞ്ഞിരുന്നത്. ഞാൻ എൻ്റെ മനസ്സ് നിറയെ കണ്ണനെ കണ്ടു. ഞാൻ വൈകുന്നേര സമയത്താണ് അവിടെ എത്തിയത്. ദീപാരാധനയായിരുന്നു. കണ്ണനെ കണ്ട് തൊഴുതു. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എനിക്കൊന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല. എനിക്ക് കണ്ണനെ കണ്ടാൽ മാത്രം മതിയായിരുന്നു. കണ്ടു, കുറേ നേരം കണ്ടു. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് സങ്കടമാണോ സന്തോഷമാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ കാണാൻ വേണ്ടി ആഗ്രഹിച്ച ഒരാളെ നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷമായിരുന്നു എനിക്ക്. മനസ്സിനെനിക്ക് ഭയങ്കര സന്തോഷവും സംതൃപ്തിയൊക്കെയായി. എനിക്കിനിയും ഇവിടെ വരാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് ഈശ്വരൻ തരണമേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഹരേ കൃഷ്ണ.